ഹലോ ഫ്രണ്ട്സ്, അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ആലു പൊറോട്ടയായിട്ടാണ്. അപ്പം ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ അല്ലെങ്കിൽ ഡിന്നറായിട്ടൊക്കെ യൂസ് ചെയ്യാനായിട്ടും പറ്റും. നല്ല ടേസ്റ്റിയാണ്. പിന്നെ പെട്ടെന്ന് കറിയൊന്നും വേണ്ട. ഒരു ചമ്മന്തി ഉണ്ടെങ്കിലോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അച്ചാറുണ്ടെങ്കിലോ നമുക്കിത് നല്ല കഴിക്കാനും പറ്റും. അതേപോലെ തന്നെ കുട്ടികളൊക്കെ ആണെങ്കിൽ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരം, ഒരു ഡിഷും കൂടിയാണ് ഈ ആലു പൊറോട്ട. അപ്പം ഇന്നത്തെ വിശേഷം നമ്മുടെ ആലു പൊറോട്ട ഉണ്ടാക്കുന്നതാണ്. ചിലരൊക്കെ ഇത് ഉണ്ടാക്കുമ്പോൾ അത് പൊട്ടിപ്പോകാറുണ്ട് എന്ന് പറയാറുണ്ട്. മീൻസ് നമുക്കത് കറക്റ്റായിട്ട് കിട്ടാറില്ലാന്ന്. അപ്പോൾ അതിനുള്ള ടിപ്സും കൂടി ഇതിനകത്ത് ഉണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ നമ്മുടെ ആലു പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനാവശ്യത്തിനുള്ള ആലു എടുക്കുക. ആലു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ്. ഞാനിവിടെ ആലു എന്ന് പറയുന്നത് കേട്ട് നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട. ഞാനിവിടെ ഹിന്ദി യൂസ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ കയറി വരുന്നതാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് എടുത്തു, അതിനെ രണ്ടായിട്ട് കീറിയാണ് ഇടുന്നത്. കാരണം ഇത് വെന്ത് കിട്ടാനുള്ള ഒരു ടൈം കൊടുക്കാനായിട്ടുള്ള ക്ഷമ എനിക്കില്ല. അപ്പോൾ കുക്കറിലാവുമ്പോൾ നമുക്ക് 2 വിസിലും കൊണ്ട് പരിപാടി പെട്ടെന്ന് തീരുകയും ചെയ്യും, നമ്മുടെ സംഭവം റെഡി ആവുകയും ചെയ്യും. അപ്പോൾ എല്ലാ സംഭവങ്ങളും രണ്ടായിട്ട് കീറി ഞാൻ കുക്കറിനകത്തിട്ട് അടുപ്പത്തോട്ട് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് വേണ്ടത് ഒരു ഉള്ളി. ഞാനിവിടെ 2 ഉള്ളി എടുത്തിട്ടുണ്ട്. ഒരെണ്ണം വേറൊരു കറിക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തതാണ്. അതുപോലെ തന്നെ കുറച്ച് പച്ചമുളക്, എരിവിനനുസരിച്ചുള്ള പച്ചമുളക്, അതേപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചിയും എടുത്തിട്ട് നമ്മൾ നല്ല പോലെ അതിനെ ചോപ്പ് ചെയ്തെടുക്കുക. കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായി എത്രമാത്രം നൈസാക്കാൻ പറ്റുന്നോ അത്രമാത്രം നൈസാക്കി കുഞ്ഞായിട്ട് നമ്മൾ എടുക്കുന്നു. ഞാനിവിടെ എല്ലാം അങ്ങനെ അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ എല്ലാ വീട്ടമ്മമാരുടെയും ഒരു പ്രശ്നമാണ്, രാവിലെ എന്തുണ്ടാക്കും, ഉച്ചയ്ക്ക് എന്തുണ്ടാക്കും, വൈകുന്നേരം കാപ്പിക്ക് എന്തുണ്ടാക്കും, അതുപോലെ തന്നെ ഡിന്നറിന് എന്തുണ്ടാക്കും എന്നൊക്കെയുള്ളത്. അപ്പോൾ ഈ സംഭവങ്ങൾക്കൊക്കെ ഇത് ഒരു നല്ലൊരു സൊല്യൂഷനാണ് ഈ ആലു പൊറോട്ട എന്ന് പറയുന്നത്. ഹെൽത്തിയാണ്, അതേപോലെ തന്നെ ടേസ്റ്റിയാണ്. നമുക്ക് ധൈര്യമായിട്ട് കുഞ്ഞുമക്കൾ സ്കൂൾ വിട്ടൊക്കെ വരുമ്പോഴത്തേക്കും, വിശന്ന് വരുമ്പോഴത്തേക്കും ഇത് ഒരു 1-2 എണ്ണം ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവരത് കൊതിയോടെ കഴിക്കുകയും ചെയ്യും. നല്ല ടേസ്റ്റുമാണ്. പിന്നെ ഇതിന് ഒരു പ്രത്യേകിച്ച് കറി ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ല. സോസൊക്കെ ഇഷ്ടമില്ലാത്ത കുട്ടികളുണ്ടാവുമോ? അപ്പം സോസൊക്കെ കൂട്ടി നമുക്ക് കൊടുക്കാം. അതുപോലെ തന്നെ എന്താ പറയുക, ഒരു മുട്ടയോ ഇല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന എന്ത് കറിയാണേലും ഇതിൻ്റെ കൂട്ടത്തിൽ കോമ്പിനേഷനായിട്ട് പോകും. അപ്പോൾ അങ്ങനെ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കുകയും ചെയ്യാം. വലിയവർക്കാണെങ്കിലും നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കുകയും ചെയ്യാം. ഉരുളക്കിഴങ്ങ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് ഞാനൊരു ബൗളിലോട്ട് മാറ്റുന്നുണ്ട്. അതിൻ്റെ ചൂടാറി കഴിഞ്ഞപ്പോൾ ഞാനതിനെ നല്ല പോലെ പീൽ ചെയ്ത് എടുക്കുന്നുണ്ട്. പീൽ ചെയ്ത്, അതായത് ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ മാറ്റി നല്ല പോലെ പീൽ ചെയ്തെടുത്തു. ഇനി എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മാഷർ ഉണ്ടെങ്കിൽ മാഷർ വെച്ചിട്ട് മാഷ് ചെയ്യാം. അതല്ല എങ്കിൽ കൈ ഉപയോഗിക്കാം. എങ്ങനെയാണെങ്കിലും നമുക്കൊന്ന് മാഷ് ചെയ്ത് കിട്ടിയാൽ മതി. അപ്പോൾ നമ്മൾ അതുപോലെ മാഷ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ പാനിപൂരി ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടില്ലേ, സെയിം ഫില്ലിങ് തന്നെയായിരുന്നു അതിനകത്തും. ഇതേപോലെ ഉരുളക്കിഴങ്ങും ഇതിൻ്റെ പൊടികളൊക്കെ സെയിം ആയിരുന്നു കേട്ടോ. അപ്പം അത് നിങ്ങൾക്ക് കാണാവുന്നതേ ഉള്ളൂ, എൻ്റെ ചാനലിനകത്ത് കിടപ്പുണ്ട്. പിന്നെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സംഭവങ്ങളൊക്കെ അതിനകത്തോട്ട് ഇടുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പൊടികൾ ആവശ്യത്തിനുള്ള ഉപ്പിടുക, മഞ്ഞൾപ്പൊടി കളറിനനുസരിച്ച് അത് ഇടുക. പിന്നെ മുളക് പൊടി ഇടണം. മുളക് പൊടി നമ്മൾ മുളക് എന്തേരെയാണോ ഇട്ടേ അതും കൂടി ഒന്ന് കൺസിഡർ ചെയ്തിട്ട് വേണം മുളക് പൊടി ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതലിടാം, കുറവാണെങ്കിൽ കുറവ്. എന്നിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് നല്ല പോലെ ഒന്നും കൂടി മാഷ് ചെയ്ത് ഞാനിവിടെ എടുക്കുന്നുണ്ട്. നല്ല പോലെ മാഷ് ചെയ്യണം. വലിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പൊട്ടി അത് പുറത്തോട്ട് ഇങ്ങോട്ട് പോരും. അപ്പം നല്ല പോലെ മാഷ് ചെയ്യാനായിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. നമ്മുടെ ഫില്ലിംഗ് എന്ന് പറയുന്ന സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഉണ്ടയൊക്കെ ഉരുട്ടി വെക്കുന്നുണ്ട്. ഒന്നും കണ്ട് നിങ്ങൾ ഇതാവണ്ട. അത് ഉണ്ടയുടെ ഒന്നും ആവശ്യമില്ല. ഞാനൊരു ഭംഗിക്ക് വേണ്ടി അങ്ങ് വെച്ചതേ ഉള്ളൂ. അപ്പം നമ്മുടെ ചപ്പാത്തിയുടെ മാവ് ഇവിടെ ഞാനിവിടെ നേരത്തെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ടിപ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ചപ്പാത്തിയുടെ മാവ് ഒരു 5 മിനിറ്റ് നല്ല പോലെ കുഴച്ചെടുക്കണം. അതല്ലെങ്കിൽ നമ്മുടെ ഇതെല്ലാം കൂടി ഫില്ലിംഗ് എല്ലാം കൂടി പൊട്ടി പുറത്തോട്ട് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നല്ലപോലെ ഒരു 5 മിനിറ്റ് ഞാനിവിടെ കൗണ്ടർ ടോപ്പിലിട്ട് നല്ല പോലെ കുഴച്ചെടുക്കുന്നുണ്ട്. അത് കുഴച്ചെടുത്ത് കഴിഞ്ഞ് നമ്മൾ ഇനി ഇതിനെ ഓരോ ഉണ്ടയാക്കി മാറ്റണം. അപ്പോൾ ഉണ്ടയാക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട അടുത്ത ടിപ്പ് ഇതാണ്.
ഉണ്ടയാക്കുമ്പോൾ നമ്മൾ ചപ്പാത്തിക്ക് എടുക്കുന്ന ഉണ്ടേനേക്കാൾ ഉണ്ട എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പൊട്ടി അത് പുറത്തോട്ട് വരും. അപ്പോൾ നമ്മൾ കുറച്ച് വലിപ്പത്തിലുള്ള ഉണ്ടയാക്കി എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ഉണ്ടയാക്കിയതിനെ എടുത്തിട്ട് നമ്മൾ കോഴിക്കോട്ട ഉണ്ടാക്കിയാലേ, അതേപോലെ തന്നെ ബോണ്ടയൊക്കെ ഉണ്ടാക്കിയാലേ എന്ന് പറഞ്ഞ പോലെ നമ്മളൊരു കുഴി പോലെ ആക്കി എടുക്കുക. നമ്മുടെ 2 കൈവിരൽ വെച്ചിട്ട് നമ്മളതിനെ ഒരു കുഴിയാക്കി എടുത്തിട്ട് അതിനകത്തോട്ട് ഫില്ലിങ് ഇട്ട് കൊടുക്കുക. ഫില്ലിങ് ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒത്തിരി ഫില്ലിങ് നിറയ്ക്കരുത്. ഓവറായിട്ട് നിറച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും പൊട്ടി പുറത്തോട്ട് വരും. അപ്പോൾ നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് കോഴിക്കോട്ട അതായത് അതിൻ്റെ ആ സൈഡെല്ലാം കൂടി കൊണ്ടുവന്ന് നടുക്ക് വെച്ച് അത് ജോയിൻ ചെയ്യുക. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നല്ല പോലെ പൊടിക്കകത്ത് മുക്കുകയും അത് കഴിഞ്ഞിട്ട് 1-2 പരത്തി കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു യോജിപ്പിച്ച സ്ഥലമുണ്ടല്ലോ, യോജിപ്പിച്ച ഒരു വശവും അല്ലാത്ത തിന്നായിട്ടുള്ള ഒരു വശമുണ്ട്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് യോജിപ്പിച്ച വശം എപ്പോഴും നമ്മുടെ കൗണ്ടർ ടോപ്പിലോട്ടോ ഇല്ലെങ്കിൽ ചപ്പാത്തി പലകയുടെ അടുത്തോട്ടോ നിൽക്കുന്ന രീതിയിൽ വേണം ഉണ്ടാക്കാനായിട്ട്. ഇല്ലെങ്കിൽ അടിയിലത്തെ ഫില്ലിങ് നമ്മളുടെ ആ ചപ്പാത്തി പലകയിലോട്ട് പിടിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം അത് അങ്ങനെ നമ്മൾ ആ ഒരു രീതിയിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് പരത്തിയെടുക്കുക. പിന്നെ പരത്തി കഴിയുമ്പോൾ ഒത്തിരി തിന്നാക്കാൻ വേണ്ടി നിൽക്കരുത്. ഒത്തിരി തിന്നാക്കാൻ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ അത് ഒരുവിധം കട്ടിയിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എത്ര മാത്രം കട്ടി വേണമെന്ന്. അപ്പം ഞാൻ അതേപോലെ തന്നെ എല്ലാം ആദ്യം ആക്കിയെടുത്തിട്ടാണ് പിന്നെയാണ് ചുട് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ നല്ലപോലെ നല്ല പോലെ ഒന്ന് പരത്തി എടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഓർക്കുക, അതിൻ്റെ കട്ടിയുള്ള വശം നമ്മുടെ താഴത്തെ തറയിലോട്ടോ ഇല്ലെങ്കിൽ ചപ്പാത്തി പലകയിലോട്ട് തിരിഞ്ഞ് നിൽക്കണം, ഇല്ലെങ്കിൽ പൊട്ടി ഉറപ്പായിട്ടും വരും. പിന്നെ വളരെ ആഡംബരമായിട്ട് അങ്ങോട്ട് നിൽക്കരുത്, പരത്താൻ നിൽക്കരുത്. ഒന്ന് മയത്തിലൊക്കെ വേണം നല്ലപോലെ ഒന്ന് പരത്താൻ. കണ്ടോ, ഇത്ര കട്ടിക്ക് വേണം നമ്മളൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട്, അതിന് പരത്തി എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി വേറെ സിമ്പിളാണ്, നമ്മൾ സാധാരണ ചപ്പാത്തി ചുടുന്ന പോലെ തന്നെ തിരിച്ചു മറിച്ചു വിട്ട് എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഒഴിച്ച് നമുക്കത് തിരിച്ചു മറിച്ച് ഒരു ഗോൾഡിഷ് കളർ ആവുന്ന വരെ നമുക്കൊന്ന് പരത്തിയല്ല നമുക്കൊന്ന് ചുട്ടെടുക്കാം. അതോടെ നമ്മുടെ പരിപാടികൾ ഇവിടെ തീരും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ലോ ഫ്ലെയിമിലിട്ടില്ലെങ്കിൽ ചപ്പാത്തിയുടെ ആ ഒരു അതായത് മാവെന്ന് പറയുന്ന സംഭവം വേവത്തില്ല. അപ്പം അത് ലോ ഫ്ലെയിമിലിട്ട് അതിനകത്ത് എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ എന്താണെങ്കിലും നമ്മൾക്ക് ഇഷ്ടമുള്ളത് തേച്ച് കൊടുത്ത് നമുക്കതിനെ ഒന്ന് നല്ലപോലെ മൊരിച്ചെടുക്കുക. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പോലെ അപ്പുറത്തും ഇപ്പുറത്തും ഗോൾഡിഷ് കളർ ആവണം. ഗോൾഡിഷ് കളർ ആയിട്ടില്ല എങ്കിൽ അതിൻ്റെ ആ ഒരു വേവൽ കുറയും, അതുപോലെ തന്നെ ഒട്ടിപ്പിടിക്കുന്ന രീതിയൊക്കെ ആയിപ്പോവും. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സംഭവമുള്ളൂ, ഞാൻ പിന്നെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളതൊന്ന് എല്ലാം ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ സംഭവങ്ങളും ചെയ്തായി. പിന്നെ ഞാൻ ഇതിനിവിടെ ഒരു ചമ്മന്തിയാണ് അരച്ചിട്ടുണ്ടായിരുന്നത്, കടല ചമ്മന്തി നേരത്തെ എൻ്റെ ചാനലിനകത്ത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ടും അറിയിക്കുക. അങ്ങനെ നമ്മുടെ ആലു പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കാനും എളുപ്പമാണ്. അതുപോലെ തന്നെ ഇതിന് പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട. ഒരു സോസ് കൂട്ടിയാണെങ്കിലും അല്ലെങ്കിൽ ഒരു ചമ്മന്തി വീട്ടിലിരിപ്പുണ്ടെങ്കിൽ അത് കൂട്ടിയാണെങ്കിലും, അതും അല്ല എങ്കിൽ പഞ്ചസാര കൂട്ടിയാണെങ്കിലും തിന്നാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. താങ്ക്